ഫാൻസിനെ കേറ്റിയെ ബബ്ബബ്ബ ചെമ്പായി മാറിയേ നല്ല രീതിയിൽ PR ചെയ്തപ്പാ എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ലപ്പാ. എന്ത് പറയാനാണപ്പാ. ബബ്ബബ്ബ സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞായറാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ വാർത്തയിലേക്ക് ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കംബാക്ക് 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 എന്നൊരു 100 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംബാക്ക് ആകുമെന്ന് വിചാരിച്ചു നടക്കുന്ന ആ ജുവാവ് പിടിച്ച ആ ജുവാവ് നായകനായ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 100 അല്ല ദിലീപ്, 10,000 തവണ കംബാക്ക് എന്ന് പറഞ്ഞാലും അത് കംബാക്ക് ആകില്ല. ഓരോ തവണ കംബാക്ക് എന്ന് പറയുമ്പോഴും ജനങ്ങൾ ഗോ ബാക്ക് എന്ന് പറയുന്ന കാഴ്ചയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. മോഹൻലാൽ അല്ല, അമിതാഭ് ബച്ചനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഈ മുതൽ ഇനി ഒരു കംബാക്ക് ഉണ്ടാകുമെന്ന്. അത്രത്തോളം ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു എന്നതാണ് നമുക്ക് ഈ സിനിമയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനൊരു ലാലേട്ടൻ ആരാധകനാണ് കേട്ടോ, പക്ഷെ ഞാൻ ഈ സിനിമ കാണാൻ പോയില്ല, കാണാൻ പോകില്ല എന്നുള്ളത് എന്റെ ഉറച്ച നിലപാടായിരുന്നു. ലാലേട്ടൻ ആ സിനിമയിൽ ഉണ്ട് എന്നതുകൊണ്ട് ലാലേട്ടൻ ആരാധകർ മുഴുവൻ വന്നു കയറി പടം വിജയിപ്പിക്കുമെന്ന് വിചാരിച്ച ദിലീപിന് സംഭവിച്ച അക്കിടി വല്ലാത്തൊരു അക്കിടിയായി പോയി. എന്തൊക്കെ മേളമായിരുന്നു. ആദ്യത്തെ ദിനം ഇവിടുത്തെ PR ഏജൻസികൾ നടത്തിയ PR വർക്ക്, ഒരു 1.5 PR വർക്കായിരുന്നു. പെട്ടെന്ന് ആ ടിക്കറ്റുകളൊക്കെ ബുക്കാകുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒന്നും ഈ പറയുന്ന ബുക്കിംഗ് ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല. അന്നേ പറഞ്ഞതാണ്, ഇതൊക്കെ തന്ത്രമാണ്, PR വർക്കാണ്. കുറെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെടുമ്പോൾ അത് വലിയ വാർത്തയാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രകാരം ഒരു പിറ്റേ ദിവസം ബുക്കിംഗ് വരാനുള്ള പൊതുവെ അങ്ങനെ വരാറുണ്ട്. അത്തരത്തിലുള്ള നീക്കമൊക്കെയാണ് നടത്തി നോക്കിയത്. പക്ഷെ അത് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഫാൻസൊക്കെ പടം കണ്ട് ഇറങ്ങി വരുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പെറ്റതള്ള കൊടുക്കില്ല. എന്തൊക്കെയാ പറഞ്ഞത്? ദിലീപേട്ടൻ സൂപ്പർ, ദിലീപേട്ടന്റെ കംബാക്ക്, ദിലീപേട്ടൻ ആറാടുകയാണ് എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഇപ്പതാ കിടക്കുന്നു നിലത്ത്, നിലംപരിശായി പോയിരിക്കുന്നു. ഞായറാഴ്ചക്ക് ശേഷമുള്ള നമ്മൾ തിയേറ്ററുകളെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഷോകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഷോകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. മാത്രവുമല്ല പല തിയേറ്ററുകളിൽ നിന്നുമൊക്കെ സിനിമ ഇങ്ങനെ തളർന്ന് തകർന്ന് തരിപ്പണമായി വീഴുന്ന കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിടങ്ങളിൽ ഹൗസ്ഫുൾ ഷോസ് കാണാനില്ല. നമുക്കറിയാം ക്രിസ്മസ് അവധി ആരംഭിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഈ സിനിമ ഞങ്ങൾ കാണാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയല്ലേ. ഇത്രയധികം PR വർക്ക് നടത്തിയിട്ടുമൊന്നും സിനിമ വേണ്ട രീതിയിൽ വിജയം കൈവരിക്കുന്നില്ലെങ്കിൽ ഈ പടം ഒരു ബോംബ് പടമാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടത്തിയ പ്രമോഷൻ കണ്ടപ്പോ ഞാൻ എന്താ വിചാരിച്ചതെന്നറിയോ? ഇപ്പൊ ഹിന്ദിയിൽ വളരെ ഹിറ്റായിട്ട് ഓടുന്ന ഒരു സിനിമയുണ്ടല്ലോ, ദുരന്തർ. ആ സിനിമ 1 മണിക്കൂറിൽ ഏകദേശം ഒരാഴ്ചയായി ആ പടം ഇറങ്ങിയിട്ട് 50K ടിക്കറ്റൊക്കെയാണ് 1 മണിക്കൂറിൽ വിറ്റുപോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ദുരന്തറിനെ മറികടക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതൊരു വലിയ ദുരന്തമായി മാറി എന്നുള്ളതാണ്. എന്തായാലും ദുരന്തറിനെ പോയിട്ട് സാധാ ഇവിടെ ഇറങ്ങിയ നമ്മളെ കളങ്കാവലിനെ പോലും മറികടന്ന് നമ്മൾ കണ്ടില്ല. കളങ്കാവലിനൊക്കെ എപ്പോഴും നല്ല ടിക്കറ്റ് ബുക്കിംഗ് ആണ്. എന്തിന്? എക്കോ എന്ന് പറയുന്ന പടത്തിന് പോലും നല്ല ടിക്കറ്റ് ബുക്കിംഗ് ആണ്. അങ്ങനെ എല്ലാ പടങ്ങളും അവരൊന്നും ഈ പറയുന്ന പോലെ ഇമാതിരി ബാഹുബലിക്ക് കൊടുക്കുന്ന രീതിയിലുള്ള റീച്ച് കൊടുക്കുന്ന രീതിയിലുള്ള PR ഒക്കെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ആ സിനിമ കാണുന്ന ആളുകളൊക്കെ ഇറങ്ങിയിട്ട് സൂപ്പർ പടമാണ് കേട്ടോ, കണ്ടു നോക്കണം എന്ന് അവര് കാണുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്. അവര് നിഷ്പക്ഷമായിട്ട് പറയുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. പക്ഷെ ഈ സിനിമ കണ്ടിറങ്ങി വരുന്ന ആളുകൾ പറയുന്ന പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു എന്തൊക്കെയോ കുഴപ്പമില്ല എന്ന്. കാരണം എന്താണ്? അതായത് പലരും ഓൺലൈൻ മീഡിയാസിന് മുമ്പിൽ നിന്ന് അഭിനയിച്ച് പൊലിപ്പിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് അവസാനം ഇപ്പൊ തകർന്ന തരിപ്പണമായി പടം കാണാൻ ആളില്ലാതിരിക്കുമ്പോ സത്യത്തിൽ ദിലീപ് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമുക്ക് അടുത്ത പടത്തിൽ ഒരു കംബാക്ക് നോക്കാം. അങ്ങനെ ആ പടം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പടം ഇറങ്ങുമല്ലോ, അപ്പോഴും നമുക്കൊരു കംബാക്ക് എന്ന് പറഞ്ഞ് ഒന്നുകൂടി ഒന്ന് പിടിച്ചു നോക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളൂ. തിയേറ്ററിന് മുമ്പിൽ നിന്ന് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴിക്കുഞ്ഞു പോലും കേറാത്തൊരവസ്ഥയിലേക്ക് മാറിയെന്നാണ് ബുക്ക് മൈ ഷോയ്ക്ക് എടുത്ത് നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ സിനിമ ഇങ്ങനെ ഒരു തകർന്ന് കിതച്ച് പോകുന്നത് കാണുമ്പോൾ സത്യത്തിൽ ലാലേട്ടന്റെ അവസ്ഥ ആലോചിച്ചിട്ട് പരിതാപകരം എന്ന് പറയാതെ വയ്യ കേട്ടോ. എന്തൊക്കെ മേളമായിരുന്നു സത്യത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സിനിമയിൽ ഒരു ഗസ്റ്റ് റോളിൽ മോഹൻലാൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു, ദൈവമേ ലാലേട്ടൻ അഭിനയിക്കല്ലേ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ഇത്തരം ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഇതിന്റെ വിധിയൊന്നും വന്നിട്ടില്ല. അങ്ങനെ കേസൊക്കെ നടക്കുന്ന സമയത്ത് ലാലേട്ടൻ അങ്ങനെ പോയി അഭിനയിക്കുമോ? ഇല്ല എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ അലച്ച ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മിണങ്ങസിയ എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ എന്ന വ്യക്തിയാണ് മോഹൻലാൽ. ചിലപ്പോൾ ഇനി അഭിനയിക്കുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ട്രെയിലർ വന്നപ്പോ ലാലേട്ടൻ. എന്തായാലും ലാലേട്ടൻ ഒരു നിലപാടിന്റെ രാസകുമാരനാണെന്ന് പറയാതെ വരിക കേട്ടോ.
വാഴപ്പിണ്ടിയാണോ നട്ടലിന്റെ ഭാഗത്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് ഇവിടുത്തെ ഫാൻസ് തന്നെയാണ്. ലാലേട്ടന്റെ ഒരു വലിയ ആരാധകനായിരുന്നു ഞാൻ. പക്ഷെ ലാലേട്ടന്റെ ആരാധകനാണെന്ന് വെച്ച് ലാലേട്ടൻ കാണിക്കുന്ന ഇമാതിരി എല്ലാ ഈ നട്ടലില്ലാത്ത നിലപാടിനൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ലാലേട്ടന്റെ സിനിമ ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണാതിരിക്കുന്നത്. എനിക്ക് ഈ പടം കാണാത്തതിൽ ഒരു നിരാശയുമില്ല, കാണണമെന്നും ഉണ്ടായിരുന്നുമില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, ദിലീപ് ഉള്ളതുകൊണ്ട് തന്നെയായിരുന്നു. ഇനി ദിലീപിനൊപ്പം അഭിനയിച്ചിട്ട് എന്താണ് സംഭവിച്ചത്? ലാലേട്ടന്റെ കയ്യും പിടിച്ച് ദാ ഞങ്ങളുടെ ദിലീപ് ഏട്ടൻ നടന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ അടിച്ച് വിട്ടത്. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ദിലീപിന്റെ കയ്യും പിടിച്ച് ലാലും പോയിട്ടുണ്ട്. എങ്ങോട്ടേക്ക്? അങ്ങോട്ടേക്ക് തന്നെ. ഇപ്പൊ ആകെപ്പെട്ട നാണം കെട്ടിരിക്കുകയാണ്. സ്ത്രീ ഫാൻസുകൾ പോലും ചോദിക്കുന്നു, എന്തിന്റെ കേടായിരുന്നു ലാലേട്ട എന്ന് ചോദിക്കുകയാണ്. തുടരും സിനിമയ്ക്ക് ശേഷം ഹൃദയപൂർവ്വം ഇറങ്ങി. അങ്ങനെ പ്രേക്ഷകരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ലാലേട്ടൻ എന്ന് പറയുന്ന ആ നടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അതിന്റെയൊക്കെ നിറം കെടുത്തിക്കൊണ്ട് ഈ പേട്ടനൊപ്പം പോയി ഈ ഏട്ടൻ അവസാനം ഏതൊക്കെയോ വഴി പോയൊരു പണി ഏണി വെച്ച് പിടിച്ചിട്ടുള്ളത് എന്നതാണ്. ദിലീപിനെതിരെയുള്ള ഒരു വികാരം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോ കോടതിയുടെ വിധി വന്നു, അയാളെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. ആ വിധി അംഗീകരിക്കുന്നു. പക്ഷേ ഇത് അവസാന അന്തിമ വിധിയൊന്നുമല്ലല്ലോ. ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ അപ്പീലിന് പോവുകയാണ്. സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു കോടതി ഉണ്ടല്ലോ, ആ കോടതി ഒരു അന്തിമ വിധി പറയുന്നത് വരെ എന്റെ മനസ്സിൽ അയാൾ പ്രതിക്കൂട്ടി തന്നെയാണ്. അതിൽ തർക്കമൊന്നുമുള്ള കേസൊന്നുമല്ല. മാത്രവുമല്ല, എന്റെ മനസ്സിൽ മാത്രമല്ല, ഒട്ടുമിക്ക ആളുകളുടെ മനസ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. സിനിമ കണ്ടിറങ്ങിയ അല്ലെങ്കിൽ സിനിമ കണ്ട് റിവ്യൂ ചെയ്ത പലരുമൊക്കെ പറഞ്ഞു കേട്ടു, ഈ ഇടക്കാലത്ത് ഇറങ്ങിയ പല ഹിറ്റ് സിനിമകളും ഒക്കെ ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ തമിഴിലെയും മലയാളത്തിലെയൊക്കെ പല പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മണിയേട്ടന്റെ പാട്ട് പോലും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇഷ്ട കുറെ ഗാനങ്ങളും സിനിമാ സീക്വൻസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് പ്രേക്ഷകരെയൊക്കെ അങ്ങ് പിടിച്ച് ചേർത്ത് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ ജനപ്രിയ നായകനെ തിരിച്ചു വരവിടെ എന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. അവസാനം സിനിമ കണ്ടിറങ്ങിയ ആൾക്കാർക്ക് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങി വരുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടത്. ഇപ്പോ എന്തായി, പവനായി ശവമായി എന്നൊക്കെ പറയുന്നത് പോലെ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. സിനിമയെ പറ്റി നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറഞ്ഞ അശ്വന്ത് പോക്ക് അടക്കമുള്ള ആളുകൾക്കെതിരെ നടത്തിയ സൈബർ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തിന്? ഈ സിനിമ വരും ദിവസങ്ങളിൽ ഏത് രീതിയിലേക്കൊക്കെയാണ് തകർന്നടിയാൻ പോകുന്നത് എന്ന രീതിയിൽ വിലയിരുത്തൽ നടത്തിയ പല ആളുകൾക്കെതിരെ പോലും വളരെ മോശമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തി നമ്മൾ കണ്ടു. പക്ഷെ ആക്രമണങ്ങളൊക്കെ നടത്തിക്കോട്ടോ, നിങ്ങളുടെ നിലവാരമാണത് കാണിച്ചു തരുന്നത്. പക്ഷെ പറയാനുള്ളത് അത് എവിടെയാണെങ്കിലും പറയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മാങ്ങിയുള്ള മാവിലാണല്ലോ കല്ലെറിയുള്ളൂ, അതുകൊണ്ട് കല്ലെറിഞ്ഞോളൂ, അതിലൊന്നും ഒരു പ്രശ്നമുള്ള ആളല്ല ഞാൻ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിലീപ് എന്ന് പറയുന്ന നടന്റെ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ അതിൽ ലാലേട്ടനെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന സംശയം, ഈ കോടതി വിധി വരുന്നതിന് മുമ്പല്ലേ ഈ സിനിമ ചിത്രീകരിച്ചത്? അപ്പൊ ലാലേട്ടൻ ഈ അതിനു മുമ്പായിരിക്കുമല്ലോ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് പൊതുവെ ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നേരത്തെ അറിഞ്ഞു കാണോ ഈ വിധി വരാൻ നേരത്ത് ദിലീപിനെ കുറ്റമുക്തനാക്കുമെന്ന്? എന്തായാലും അങ്ങനെ അദ്ദേഹം അറിയാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പൊ പിന്നെ ഒരു ചോദ്യം, അപ്പൊ ആർക്കൊപ്പമായിരുന്നു ഇത്രയും കാലം ഈ ലാലേട്ടൻ എന്നുള്ളതാണ്. ലാലേട്ടൻ അതിജീവിതക്കൊപ്പമായിരുന്നോ അതോ വേട്ടക്കാരനൊപ്പമായിരുന്നോ എന്ന ചോദ്യങ്ങളൊക്കെ പൊതുവെ ജനങ്ങൾക്ക് തോന്നും. എന്തായാലും ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം ലാലേട്ടൻ തന്നെ നല്ല വ്യക്തമായി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സിനിമയിൽ വലിയ നായകനും വലിയ സംഭവമൊക്കെയാണ്. പക്ഷെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ബിഗ് സീറോ ആണെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. നല്ല കാര്യമാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ തങ്ങളുടെ നിലവാരങ്ങളും ഒക്കെ ആരാധകരെയും ജനങ്ങളെയൊക്കെ കാണിച്ചു തരുന്നത് എന്തുകൊണ്ടൊക്കെ നല്ലതാണ്. ഇനിയിപ്പോ ലാലേട്ടന്റെ ഒരു കംബാക്ക് എപ്പോഴായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ വൃഷഭ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു നനഞ്ഞ രീതിയിലുള്ള ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ലാലേട്ടന് ഇപ്പോ ദിലീപിനെ ചുമന്ന് നടന്നതിന്റെ ആ നാറ്റം നന്നായിട്ടുണ്ട്. ആ നാറ്റം മാറുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.